ഹായ് ഹലോ വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. ഇന്ന് വന്നിട്ടുള്ളത് പാസ്റ്റ് ടെൻസിലുള്ള 2 ടെൻസുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തുകൊള്ളുക, കഴിഞ്ഞതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. വെർബിന് 3 രൂപങ്ങളുണ്ടായിരിക്കും അല്ലേ? അതിൽ രണ്ടാമത്തെ രൂപമാണ് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഹീ പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചു. കഴിഞ്ഞ ഒരു കാര്യമാണ്, നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ പ്ലേ എന്നുള്ള വെർബിൻ്റെ പ്ലേ, പ്ലേഡ്, പ്ലേഡ് ഇങ്ങനെയാണ് 3 ഫോമുകൾ വരുന്നത്. ഇതിൽ രണ്ടാമത്തെ രൂപമായിട്ടുള്ള പ്ലേഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ദേ വെൻറ്റ് ടു ദ ബർത്ത്ഡേ പാർട്ടി യെസ്റ്റർഡേ. ദേ വെൻറ്റ് ടു ദ ബർത്ത്ഡേ പാർട്ടി യെസ്റ്റർഡേ. അവർ ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. ഇവിടെ വെർബ് വന്നിട്ടുള്ളത് പോയി എന്നാണ്. ഗോ എന്നുള്ള വെർബിൻ്റെ 3 രൂപങ്ങളാണ് ഗോ, വെൻറ്റ്, ഗോൺ എന്നിവ. ഇതിൽ രണ്ടാമത്തെ രൂപമായിട്ടുള്ള V2 ആണ് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദേ വെൻറ്റ്. ദേ വെൻറ്റ് ടു ദ ബർത്ത്ഡേ പാർട്ടി. നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കഴിഞ്ഞ കാലത്ത് അങ്ങനെ ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ, അത് ചെയ്തു എന്ന് പറയാനാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇത് ചെയ്യുകയായിരുന്നു, നേരത്തെ ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിനനുസരിച്ചിട്ട് നമുക്ക് വാസോ വേറോ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. വാസും വേറും കാണുമ്പോൾ തന്നെ നമ്മൾ ഓർത്തുകൊള്ളുക, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അവളൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ അവൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ഉത്തരം പറയുന്നത് അല്ലേ? അവൾ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. ഇവിടെ ദേ ആയതുകൊണ്ട് വേറെ യൂസ് ചെയ്യണം. ഷിയോ ഹിയോ ആണെങ്കിൽ നമുക്ക് വാസ് യൂസ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.